ഇതിനായിട്ട് മത്തങ്ങ ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഒരു മീഡിയം വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അരിഞ്ഞതിന് ശേഷം 2 കപ്പ് ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ഇത് കറി ഉണ്ടാക്കാം. ഇതിനായിട്ട് ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി. ഇത് 12 വെളുത്തുള്ളി ഉണ്ട്. ഇത് ചതച്ചെടുത്തതാണ്. ചെറുതായതുകൊണ്ടാണ് കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ മതിയാവും. ഒരു 5 ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില, അതൊന്ന് ഞെരടിയിടാം. ഇത് തീ കൂട്ടി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് ഉടഞ്ഞു പോകണ്ട. ഇതിപ്പോൾ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത് മൂപ്പിച്ചെടുക്കണം. പൊടി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇടാം. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മത്തങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഇത് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കണം. ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്തപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണ് ചേർത്തത്. അതാണ് 12 എണ്ണം കേട്ടോ. വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 എണ്ണം മതിയാവും കേട്ടോ. ഈ മത്തങ്ങ വെന്തിട്ടുണ്ട്. മത്തങ്ങ പെട്ടെന്ന് തന്നെ വേഗം കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റിച്ചാൽ മതി. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഇതിനകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. മത്തങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള മത്തങ്ങ മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെ. നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊക്കെ നല്ലതാട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.